സുകുമാരൻ അർജൻറ്റായി വീട്ടിലേക്ക് പോയതായിരുന്നു. ഗൗരി മയക്കം കഴിഞ്ഞ് ചുറ്റും നോക്കി. തന്നെ നോക്കിയിരിക്കുന്ന ആദിയെ കണ്ടതും അവൾ പിടഞ്ഞെഴുന്നേൽക്കാൻ നോക്കി. പിന്നെ കഴിയാതെ അവിടെ തന്നെ കിടന്നുപോയി. ഇതു കണ്ടതും ആദി വെപ്രാളത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു. അവളെ കിടത്തിയ തിണ്ണയിലിരുന്നു. സാർ, എൻ്റെ ഡ്രസ്സ്, അവൾ മാക്സിക്കുള്ളിലേക്ക് തലയെ താഴ്ത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. ആദി ഒന്നും മിണ്ടാതെ ഉണക്കാനിട്ട ഡ്രസ്സിലേക്ക് ചൂണ്ടിക്കാണിച്ചു. സാറാണോ എന്നെ പൊക്കിയത്? അവനൊന്ന് മൂളി. സാറും നനഞ്ഞല്ലേ? അവൻ വീണ്ടും മൂളി. നീ എന്തിനാ നുണ പറഞ്ഞ്? നീന്തൽ അറിയാമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ നിന്നെ തനിച്ചു വിട്ടത്? നിനക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ ഊണിലും ഉറക്കത്തിലും നിന്നെ മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ആ വീട്ടുകാരോട് ഞാൻ എന്തു സമാധാനം പറയും? ഗൗരിനന്ദ. അവൻ്റെ കണ്ണുകൾ കലങ്ങിച്ചു വന്നിരുന്നു. അത് സാർ, അവൾ കൈച്ചുണ്ടിലേക്ക് അടുപ്പിച്ചു. എന്തേ ഗൗരിനന്ദ, നീ ആ സമയം ചിന്തിച്ചില്ലേ നുണ പറയണോ സത്യം പറയണോ എന്ന്? നിന്റെ വിരൽ ചുണ്ടിൽ വന്നില്ലല്ലോ. അത് സാർ, ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇട്ടു കയ്യിന് പൊന്താതിരിക്കാൻ. ഇവരുടെ ഒക്കെ മുന്നിൽ മോശമല്ലേ നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞാൽ? അവൾ ആ അവസ്ഥയിൽ പോലും ഒന്ന് ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യ ഗൗരവത്തിൽ അവളെ നോക്കി. സോറി സാർ, വഴക്ക് പറയല്ലേ, എനിക്ക് ശരീരം മൊത്തം വേദനിക്കുന്നു. ആ ഡ്രസ്സെല്ലാം ഉണങ്ങിയാൽ പോകാം, ഇനി ഒരിക്കൽ വരാം. വേണ്ട, എൻ്റെ ഇതൊക്കെ മാറി. അവൾ മെല്ലെ എഴുന്നേറ്റിരുന്നു. പണിക്കാർ കൊണ്ടുകൊടുത്ത കട്ടൻ ചായയും കപ്പയും അവർ രണ്ടുപേരും വയർ നിറച്ച് കഴിച്ചു. പിന്നെ വെയിലൊന്ന് ഒതുങ്ങിയ ശേഷമാണ് അവരുടെ പണി തുടർന്നത്. 5 മണി കഴിഞ്ഞിരുന്നു അവർ യാത്ര തിരിച്ചപ്പോൾ. ലേറ്റാകുമെന്ന് ഗൗരി വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. ഇവിടെ ഉണ്ടായത് ആരോടും അറിയിക്കാതിരിക്കാൻ രണ്ടുപേരും തീരുമാനിച്ചു. താൻ 2 ദിവസം ലീവ് എടുക്കൂ? വേണ്ട സാർ, അടുത്ത ആഴ്ച മുതൽ എനിക്ക് ലീവ് വേണ്ടിവരും. 8-10 ദിവസം ലീവ് എടുക്കാനാ അച്ചമ്മ പറഞ്ഞത്. 8-10 ദിവസം ലീവോ? എന്തിന്? അത് കല്യാണമോ? അച്ചമ്മ അല്ലേ പറഞ്ഞത് 22 കഴിയുമ്പോൾ നിന്റെ കല്യാണം നോക്കണമെന്ന്? നിനക്ക് 22 ആകുന്നതേ അല്ലേ ഉള്ളൂ? ആദ്യ വെപ്രാളത്തോടെ ചോദിച്ചു പോയി. അയ്യേ, എൻ്റെ കല്യാണമല്ല, അച്ചമ്മയുടെ ബന്ധുവീട്ടിലാ. കുടുംബക്കാർ എല്ലാവരും കൂടെ കുറച്ച് ദിവസം താമസിക്കണം എന്നൊക്കെ പറയണത് കേട്ടു. കല്യാണം അച്ചമ്മയുടെ ബന്ധുവീട്ടിലാണെങ്കിലും അച്ചമ്മയുടെ ഒരുക്കം കണ്ടാൽ ഞങ്ങളുടെ വീട്ടിലാണെന്ന് തോന്നും. അത്രയും സന്തോഷമാണ് അച്ചമ്മക്ക്. ഗൗരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശബ്ദത്തിൽ നല്ല ക്ഷീണമുണ്ട് ആൾക്ക്. പക്ഷേ പ്രകടിപ്പിക്കുന്നില്ല. കുളത്തിൽ മുങ്ങി പൊന്തിയിട്ടും തനിക്ക് ഒന്നും ഇല്ല എന്ന് തന്നെ തോന്നിപ്പിക്കാനുള്ള ശ്രമമാണ് അവൾക്ക്. ആദിക്കത് നന്നായി മനസ്സിലാവുന്നുണ്ട്. ആദി പിന്നെ നിർബന്ധിച്ചില്ല. സത്യത്തിൽ ആദിക്ക് അവളെ കാണാതെ പറ്റാതെ ആയിട്ടുണ്ട്. ആദ്യം അവളെ വീട്ടിൽ തന്നെ കൊണ്ടുവിട്ടു. അച്ചമ്മയെ കാണാൻ ഇറങ്ങണമെന്നുണ്ട് അവന്. പക്ഷേ അങ്ങനെ കയറി ഇറങ്ങാനുള്ള ബന്ധമൊന്നും തനിക്കവിടെ ഇല്ലല്ലോ. അവൻ ഓർത്തു. സാറേ, ഇറങ്ങുന്നില്ലേ? ഇല്ല, നേരം ഒരുപാടായില്ലേ? അച്ചമ്മയോട് ചോദിച്ചതായി പറയൂ. ഓക്കെ, പോയി റെസ്റ്റ് എടുക്കുക. നാളെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വരണ്ട, ലീവ് വിളിച്ച് പറഞ്ഞാൽ മതി. അവൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. കാർ സ്റ്റാർട്ട് ചെയ്തു പോയി. ഗൗരി അകത്തേക്കും പോയി. ആദി ഉറങ്ങാൻ കിടന്നതാണ്. ലക്ഷ്മി, ആദിയുടെ അമ്മ, അവന് കുടിക്കാനുള്ള വെള്ളവുമായി റൂമിലേക്ക് കയറി വന്നു. എന്താ കണ്ണ, നീ ഉറങ്ങിയില്ലേ? ലക്ഷ്മിയുടെ ശബ്ദം കേട്ടാണ് ആദി ചിന്തയിൽ നിന്ന് ഉണർന്നത്. എന്തേ, നിനക്ക് വല്ല വിഷമവും ഉണ്ടോ ഇങ്ങനെ കണ്ണും തുറന്ന് ചിന്തിച്ചിരിക്കാൻ? അവർ ചോദിച്ചുകൊണ്ട് അവൻ്റെ ബെഡിൽ വന്നിരുന്നു. അവൻ തല അമ്മയുടെ മടിയിലേക്ക് കയറ്റി വെച്ചു ചെരിഞ്ഞു കിടന്നു. അവർ അവൻ്റെ ഇടതൂർന്ന മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ടിരുന്നു. എന്തേ കണ്ണ, അമ്മോട് പറയേ. എന്താ നിനക്ക്? അറിയില്ല അമ്മ, മനസ്സ് വല്ലാതെ അസ്വസ്ഥത തോന്നുക. എന്തോ ഒരു ഭയം ആലോചിക്കും തോറും നെഞ്ചു പിടയുന്നു. അവൻ കളക്കടവിൽ സംഭവിച്ച ഷോക്കിൽ നിന്ന് ഇപ്പോഴും പോന്നിട്ടില്ല. ലക്ഷ്മി അവൻ്റെ സംസാരം കേട്ടിരുന്നു. അവൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയട്ടെ എന്ന് കരുതി. പക്ഷേ ആദി പിന്നെയും ചിന്തയിലായി. കണ്ണ, അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലട്ടാ നീ പറയുന്നത്. ഇന്ന് എന്താ ഉണ്ടായേ? പുതിയ പ്രൊജക്റ്റിൻ്റെ പ്ലോട്ട് കാണാൻ പോയതല്ലേ നേരത്തെ തന്നെ? വന്നത് വൈകിയും. എന്താ മോനെ, അമ്മോട് പറയേ. ഇങ്ങനെ മനസ്സിലിട്ട് വിങ്ങാതെ. ആദി അവരുടെ മടിയിൽ തന്നെ മലർന്നു കിടന്നു. എനിക്ക് തന്നെ അറിയില്ല അമ്മ, ആദ്യം ഒക്കെ എനിക്ക് ദേഷ്യമാണ് തോന്നിയത്. ആ സംസാരവും ഒന്നിലും ഗൗരവം കൊടുക്കാത്ത പ്രകൃതവും എല്ലാം കണ്ടപ്പോൾ. ഈ പ്രായത്തിലും കൊച്ചുകുട്ടികളെ പോലെ കാട്ടിക്കൂട്ടാണ് എന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷേ അമ്മ കൂടുതൽ അടുത്ത് ഇടപഴകിയപ്പോഴാണ് മനസ്സിലായത് യഥാർത്ഥത്തിൽ അവൾ അങ്ങനെ തന്നെ ആണെന്ന്. ലക്ഷ്മിക്ക് അവൻ്റെ സംസാരം കേട്ടിട്ട് ഒരെത്തും പിടിയും കിട്ടിയില്ലെങ്കിലും അവസാനം അവൾ എന്ന് പറഞ്ഞതും ലക്ഷ്മിക്ക് ആകാംക്ഷ കൂടി. തൻ്റെ മകൻ്റെ മനസ്സിനെ ഒരു പെൺകുട്ടി കീഴടക്കിയിരിക്കുന്നു എന്നറിഞ്ഞതും അവരുടെ കണ്ണൊന്ന് നിറഞ്ഞു. വയസ്സ് 27ലേക്ക് കടക്കാറായിട്ടും വിവാഹം എന്ന് പറയുമ്പോഴേ അവന് 100 തടസ്സങ്ങളായിരുന്നു. ഇപ്പോൾ തൻ്റെയും ജിത്തുവേട്ടൻ്റെയും മോഹം നടക്കാറായെന്ന് അവർക്ക് തോന്നിപ്പോയി. കണ്ണ, നീ ആരെക്കുറിച്ചായി പറയണത്?
അമ്മോട് തെളിച്ച് പറയൂ. അത് അമ്മ. അല്ലെങ്കിൽ വേണ്ട. ഇപ്പോഴും വൺ സൈഡ് ആയിട്ടേ ഉള്ളൂ. ആ കാന്താരിയുടെ ഉള്ളം കൂടി അറിയട്ടെ. എന്നിട്ട് ഞാൻ എല്ലാം പറയാം അമ്മോട്. അവൻ അവരുടെ മടിയിൽ നിന്നും എഴുന്നേറ്റിരുന്നു. ആയിക്കോട്ടെ, എന്നാലും പറയൂ കണ്ണ, സുന്ദരിയാണോ എൻ്റെ മോള്? സുന്ദരിയാണ് അമ്മ. വയസ്സ് 22 ആവാറായെങ്കിലും ഇപ്പോഴും 8ഉം 10ഉം വയസ്സ് പിള്ളേരെ പോലെ തുള്ളിച്ചാടിയ നടപ്പ്. അടുത്തുണ്ടാകുമ്പോഴേ ഒരു ഫ്രഷ് ഫീലാ. പിന്നെ അവൻ ഓർത്തുകൊണ്ട് ചുണ്ടിൽ പുഞ്ചിരി വന്നു. പിന്നെ പറയുമോനെ, അവളെക്കുറിച്ച് പറഞ്ഞാലൊന്നും തീരില്ല അമ്മ. കുറിച്ച് കഴിയട്ടെ. അമ്മയ്ക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. എന്നാൽ ഫോട്ടോയെങ്കിലും കാണിച്ചു താടാ. ലക്ഷ്മി അവൻ്റെ കയ്യിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. ഫോട്ടോ? ഒരു ഫോട്ടോ ഉണ്ട്. അത് കണ്ടാലോ അമ്മയ്ക്ക് അവളെക്കുറിച്ച് ഏകദേശം രൂപം കിട്ടും. അതുലിൻ്റെ റിസപ്ഷനിൽ നിന്ന് എടുത്തതാണ്. അവൻ്റെ ഭാര്യയുടെ നൈബറാണ് കക്ഷി. അവൻ പറഞ്ഞുകൊണ്ട് ഗാലറി ഓപ്പൺ ചെയ്തു. അവൾക്കായി ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ തുറന്ന് ഫോട്ടോ ഓപ്പൺ ചെയ്തു. ഫോൺ അമ്മയ്ക്ക് കൊടുത്തു. എടാ, സുന്ദരി മോളാണല്ലോടാ. എന്താടാ കൊച്ചി നിന്നെ ഇങ്ങനെ നോക്കുന്നത്? അത് അമ്മ എന്നെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ നോക്കിയതാ. ഫോട്ടോഗ്രാഫർ ഒരുപാട് പറയുന്നത് കേട്ടോ നേരെ നോക്കാൻ. അവൻ അന്നത്തെ സംഭവം ഓർത്തൊന്ന് ചിരിച്ചു. അമ്മയ്ക്ക് ഇഷ്ടമായോ? പിന്നെ എൻ്റെ കുട്ടൻ്റെ ഇഷ്ടമല്ലേ അമ്മയുടെ ഇഷ്ടം. കണ്ണ, അച്ഛനൊന്ന് കാണിക്കട്ടെ ഫോട്ടോ. അയ്യോ അമ്മ, ചതിക്കല്ലേ അമ്മ. ഇത് ആരോടും പറയല്ലേ. അവൾക്ക് എന്നോട് അങ്ങനെ ഒന്നുമില്ല. ഞാനേ അവളുടെ കലിപ്പൻ ബോസാണ് എന്നാ പറഞ്ഞു നടക്കുന്നത്. അതൊന്ന് തിരുത്തിയെടുത്ത് ഞാനൊന്ന് വളക്കാൻ നോക്കട്ടെ. ഓ, നീ വളച്ചത് തന്നെ. ലക്ഷ്മി ഒന്ന് പുച്ഛിച്ചു. എന്നെ അങ്ങനെ കൊച്ചാക്കണ്ട. ഇത്രയും കാലം എൻ്റെ മനസ്സിനിണങ്ങിയതിനെ കാണാഞ്ഞിട്ടല്ലേ. ഇവളെ ഞാൻ വിടില്ല അമ്മ. എനിക്ക് വേണം. എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ വേണം. അതിനാദ്യം അച്ചമ്മയെ കുപ്പിയിലാക്കണം. അച്ചമ്മയെയോ? അത് ആരാ? നിൻ്റെ അച്ചമ്മയെ നീ മുത്തി എന്നല്ലേ വിളിക്കണേ? എൻ്റെ അമ്മ, ഇത് അവളുടെ അച്ചമ്മയാണ്. ഞാൻ അവളുടെ വീട്ടിൽ പോയിരുന്നു. അതുലിൻ്റെ ഭാര്യ വീട്ടിൽ പോയ അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്മോട്? അവിടെയുള്ള അച്ചമ്മ അല്ലേ? ഞാൻ മറന്നുപോയി. അല്ല കണ്ണ, എന്താ മോളെ പേര്? ഗൗരി നന്ദ. എല്ലാവരും ഗൗരി എന്നാ വിളിക്കാറ്. അച്ചമ്മ മാത്രം നന്ദുട്ടിയെന്നു. പക്ഷേ എനിക്കും നന്ദുട്ടി എന്നാ ഇഷ്ടം. എല്ലാം ശരിയാക്കണം, അവൻ ഉത്സാഹത്തോടെ പറഞ്ഞു. അമ്മയുടെ കവിളൊന്ന് ചുംബിച്ചു. ഇപ്പോൾ മാറിയോ നിന്റെ വിഷമം? മാറി അമ്മ. അമ്മോട് മനസ്സ് തുറന്നപ്പോൾ ഒരു ആശ്വാസം തോന്നി. എന്നാൽ കിടക്ക്, എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് ശരിയാകും. അവർ പുതിയ സന്തോഷ വാർത്തയുടെ സമാധാനത്തിൽ അവൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. ആദി ഫോണിലേക്ക് ഒന്ന് നോക്കി. വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഗൗരിയുടെ പ്രൊഫൈൽ പിക്ചർ സൂം ചെയ്തു. അച്ചമ്മയുടെ കവിളിൽ ചുണ്ട് ചേർത്ത് സെൽഫി എടുത്ത ചിത്രമായിരുന്നു അത്. ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെ വലുതാക്കും ഈശ്വര. ഈ പെണ്ണിന് ഈ വക വികാരം ഒന്നുമില്ലേ ആവോ. അവൻ നെഞ്ചൊന്ന് തടവിക്കൊണ്ട് പിറുപിറുത്തു. ഹായ്, ഞാൻ ആദിത്യവർമ്മ. അവൻ മെസ്സേജ് സെൻഡ് ചെയ്ത് ഒറ്റ ടിക്ക് മാത്രമായി അത് സെൻഡായി. 11 കഴിഞ്ഞോ? കള്ളി ഉറങ്ങിക്കാണും. കുട്ടി നിക്കറുമിട്ട് തൻ്റെ മുന്നിൽ നിന്ന് പരുങ്ങിയ രംഗം അവൻ്റെ കണ്ണിൽ മിന്നിമാഞ്ഞു. അവൻ തലയൊന്ന് കുടഞ്ഞ് ബെഡിലേക്ക് വീണു. അടുത്തുള്ള തള്ളയിണയിലേക്ക് മുഖം പൂഴ്ത്തി. ഗൗരി പതിവ് പോലെ തന്നെ 8 മണിക്ക് എഴുന്നേറ്റു. ശരീരത്തിനൊരു സുഖവുമില്ല. ആകെ കൂടെ വേദന, കൂടെ മൂക്കടപ്പും. ഓഫീസിൽ പോകാൻ മടിയുണ്ട്. പിന്നെ അച്ചമ്മയുടെ ബന്ധു വീട്ടിലെ കല്യാണവും ലീവും ചിന്തിച്ചതും അവൾ ഒരുവിധം എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി. കുളിച്ച് ഡ്രസ്സ് മാറ്റി ഫുഡും കഴിച്ചു. ഇറങ്ങാൻ നേരമാണ് വാട്സപ്പ് തുറന്നത്. അറിയാത്ത നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നത് കണ്ടതും അവൾ ഓപ്പൺ ചെയ്തു. അയ്യോ, കലിപ്പൻ സാറാണല്ലോ. ഇന്നലെ സെൻഡ് ചെയ്തതാണല്ലോ. ഹായ്. അവൾ റിപ്ലൈ അയച്ചതും ബ്ലൂ ടിക്ക് വീണു. അവൻ വോയിസ് റെക്കോർഡ് ചെയ്യുകയാണ്. ഗൗരി നഖം കടിച്ച് സിറ്റ് ഔട്ടിലെ ചാരു കസേരയിലേക്കിരുന്നു. എന്തേ കുഞ്ഞ, ഓഫീസിൽ പോണില്ലേ? അനന്തൻ അവളുടെ അടുത്തായി വന്നിരുന്നു. പോവാണ് അച്ഛാ, 10 മിനിറ്റ് കൂടിയുണ്ട്. സ്കൂട്ടിലായതുകൊണ്ട് 15 മിനിറ്റ് കൊണ്ട് ഓഫീസിലെത്തും. നിന്റെ മൂക്കടപ്പിന് കുറവില്ലല്ലോ നന്ദൂട്ടി. ഈ ചുക്കാപ്പി കുടിക്ക്. ഇന്ന് ഓഫീസിൽ പോണോ മോളെ? അച്ഛമ്മ ചുക്കാപ്പി അവൾക്ക് നൽകി തലയിൽ തലോടി. അയ്യോ, അച്ചമ്മയുടെ കൂടെ കല്യാണം കൂടണമെങ്കിൽ ആ കലിപ്പൻ സാറിനെ സോപ്പിടണം. ഈ മൂക്കടപ്പുമായി ഒന്ന് അങ്ങേരെ മുന്നിൽ ഒന്ന് പോവട്ടെ. അങ്ങനെയെങ്കിലും ദയ തോന്നി ലീവ് തന്നെങ്കിലോ? അടുത്ത ദിവസം തന്നെ നമുക്ക് പോകണം. നീ ഇന്ന് തന്നെ ലീവ് ചോദിച്ച് ഉറപ്പാക്കുക കേട്ടോ മോളെ. അല്ലെങ്കിൽ അച്ചമ്മക്ക് ഫോൺ ഇതാ, ഞാൻ പറയാം ആ മോനോട്. അച്ചമ്മ പറഞ്ഞാൽ കേൾക്കും ആ കുഞ്ഞ്. ഓ, ഒരു കുഞ്ഞ്. അച്ചമ്മ കണ്ട പോലെ ഒന്നും അല്ല. വെട്ടൊന്ന് തുണ്ടം 2 എന്ന സ്വഭാവമാണ്. ചിരിച്ച് കാണലേ ചുരുക്കമാണ്. ഗൗരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. ഓക്കെ കുഞ്ഞുമണികളെ, ബായ്. അവൾ ടാറ്റയും കൊടുത്ത് സ്കൂട്ടിയിലേക്ക് കയറി. ശ്രദ്ധിച്ചു പോ ഗൗരി. 9:30. ഇനിയും 15 മിനിറ്റുണ്ട്. സാവധാനം പോ, അനി വിളിച്ചു പറഞ്ഞു.